പ്രേക്ഷകർക്കും തത്സമയം ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാം. ആശങ്കകളും പരാതികളും അറിയിക്കാം. ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. നമ്പർ ഇതാണ്: 048428300510. നമ്പർ ഒരിക്കൽ കൂടി 048428300510. നിങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ പരാതികൾ ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളത് പരിശോധിച്ച് ബന്ധപ്പെട്ടവരുമായി സമീപിച്ച് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ പരിഹാരമുണ്ടാക്കും എന്ന ഉറപ്പോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഒപ്പം തന്നെ ദൃശ്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന വാർത്തകൾ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. ഇടതുമുന്നണി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന സമരശക്തിയായി മനുഷ്യച്ചങ്ങല മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനിയും ഈ കേന്ദ്ര അവഗണന എന്തിനു സഹിക്കണം? ഈ മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്ക് രാജ്ഭവൻ വരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. കേന്ദ്രത്തിനെതിരെ കേരളം നടത്താനിരിക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ സൂചനയെന്ന് നേതാക്കൾ ആവർത്തിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ 651 കിലോമീറ്റർ ദൂരത്തിലാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചങ്ങലയിൽ കണ്ണുചേർന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായപ്പോൾ LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവന് മുൻപിൽ അവസാന കണ്ണിയായി. മനുഷ്യച്ചങ്ങലയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിജ്ഞയുമെടുത്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണിചേരുന്നു. പ്രധാന സ്ഥലങ്ങളിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജ്ഭവന് മുൻപിൽ സംഘടിപ്പിച്ച പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യച്ചങ്ങല, ഈ മനുഷ്യമതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാങ് രാജ് ഭട്ടാചാര്യ രാജ്ഭവന് മുൻപിലെ മനുഷ്യച്ചങ്ങലയിൽ ഭാഗമായി. കേരളത്തിലെ BJPക്കെതിരെയുള്ള പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഹിമാങ് രാജ് ഭട്ടാചാര്യ. The whole country is witnessing today how the DFI Kerala is fighting against the BJP government at the center. I am sure your struggle will inspire people of the other state as well. കേരളത്തെ മൂന്നാം കിട രാജ്യമായി അധപ്പതിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന വിമർശനവും ഉയർന്നു. കേരളത്തെ ഒരു മൂന്നാം കിട രാജ്യമാക്കി അധപ്പതിപ്പിക്കാൻ വളരെ ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐതിഹാസിക മുഹൂർത്തമെന്ന മാഹിയിലെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത് എഴുത്തുകാരൻ M മുകുന്ദൻ പ്രതികരിച്ചു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഇപ്പോൾ കേന്ദ്രം നമ്മെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ അവഗണന. ഇപ്പം എല്ലാ മേഖലകളിലും നമ്മളൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. CPI MLA-മാരായ മുഹമ്മദ് മുഹ്സിൻ, P ബാലചന്ദ്രൻ, ജോസ് കെ മാണി MP തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി. സാമ്പത്തിക ഉപരോധം, നിയമന നിരോധനം, റെയിൽവേ യാത്രാ ദുരിതം ഇതടക്കമുള്ള വിഷയങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ ഡിവൈഎഫ്ഐ ഉയർത്തി. കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിൽക്കുന്നതും ചർച്ചയാക്കി. ഡൽഹിയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി നടത്താനിരിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ കർട്ടൻ റൈസറായി മനുഷ്യച്ചങ്ങല മാറിയെന്നാണ് വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണിനിരന്ന മനുഷ്യച്ചങ്ങലയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണോ എന്നുള്ള ചോദ്യമാണ് 24 ഇന്ന് പൊതുജനങ്ങളോട് ചോദിച്ചത്. കാണാം അതിനുള്ള ഉത്തരങ്ങൾ. അതൊക്കെ അവർക്കേ അറിയാവൂ, നമുക്കറിയില്ലല്ലോ. അതൊക്കെ ഭരിക്കുന്നവർക്കല്ലേ അറിയാവുള്ളൂ. ആവശ്യമാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് എനിക്ക് അനാവശ്യമായിട്ട് തോന്നുന്നു. എന്താ അതിനെ പറ്റി നമുക്കറിയില്ല. അത് നമ്മുടെ ഒരേ പാർട്ടിയിലെ ഇതെല്ലാം കൂടെ അങ്ങനെ നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഉണ്ടായിരിക്കും, വലിയ അഭിപ്രായമല്ല. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ആവശ്യമുള്ളതാണ്. അവർ നമ്മളെ കേരളത്തെ കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. അപ്പം അവരുടെ ഇതിനു വേണ്ടി ഞങ്ങൾ പ്രതിഷേധിച്ച് തന്നെ
ചങ്ങലയ്ക്ക് പോയത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതങ്ങൾ ഒരുപാട് കൊടുക്കുന്നില്ല എന്ന് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി നമ്മുടെ അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് അത് കേന്ദ്ര സർക്കാർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ഡിവൈഎഫ്ഐ ആ മനുഷ്യച്ചങ്ങല ചെയ്യുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാർഷിക മേഖലയിലാട്ടെ അല്ലെങ്കിൽ GST കിട്ടുന്ന നികുതിയുടെ ഭാഗം കറക്റ്റായിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വേണ്ട ലോൺ എടുത്ത് കാര്യങ്ങൾ നടത്താൻ അതിനുള്ള ഒരു സഹായം ചെയ്യുന്നില്ല. തീർച്ചയായും ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയല്ല, ഇതിൽ കൂടുതൽ സമരപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് തോന്നുന്നത്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ഈ പറയുന്ന ഈ സമരത്തിനും മനുഷ്യച്ചങ്ങലക്കും ആസ്പദമായി അതിലുന്നയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി. ആ നയം തിരുത്തണം. കേന്ദ്ര ബേസ്ഡ് ഫെസിലിറ്റീസ് കേന്ദ്രം തന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഓരോ സ്റ്റേറ്റിലെ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ അനുഭവിക്കുന്ന, അല്ലെ കേരളത്തിലെ ഗവൺമെൻറ്റിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷക പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യച്ചങ്ങലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് കേന്ദ്രം നയം തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കമന്റുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം തന്നെ അതുപോലെ തന്നെ കേന്ദ്രത്തെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല, ഇവിടെ സംസ്ഥാനത്തിൻ്റെ ധൂർത്ത് ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അവർ അഭിപ്രായമായി കുറിക്കുന്നുണ്ട്. സമയത്തിനനുസരിച്ചത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. അയോധ്യയിൽ ഒരുക്കങ്ങൾ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നിർദ്ദേശവുമായി വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം. തെറ്റായതോ വിദ്വേഷം പരത്തുന്നതോ ആയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ കർശന നടപടിയെടുക്കും എന്നാണ് മുന്നറിയിപ്പ്. അതേസമയം അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനമുള്ളത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖാലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിന് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായി എസ് വിജയകുമാറും ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ആർ കെയിലേക്കാണ്. ആർ കെ, കനത്ത സുരക്ഷാ വലയം, കൃത്യമായ പരിശോധന, ചില നിയന്ത്രണങ്ങളുണ്ട്. എന്താണ് വിവരങ്ങൾ ആർ കെ അയോധ്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ളത്? 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് നമുക്ക് പറയാം. അവസാന ഘട്ടത്തിൽ ഇന്ന് ക്ഷേത്ര ശുദ്ധീകരണ ചടങ്ങുകളാണ് നടന്നത്. ആ ക്ഷേത്ര ശുദ്ധീകരണ ചടങ്ങുകൾക്കൊപ്പം വാസ്തു ശുദ്ധിയും വരുത്തി. ഈ വാസ്തുശുദ്ധിയും ക്ഷേത്രശുദ്ധിയും വന്ന സാഹചര്യത്തിൽ ഇനി ശ്രീരാമ വിഗ്രഹം, അതായത് രാംലല്ല, പുതുതായി ഉണ്ടാക്കിയ രാംലല്ല, അതിന് ദൈവിക ചൈതന്യം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് നാളെ മുതൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അയോധ്യ ഉള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 4000-ഓളം സന്യാസി വര്യന്മാരാണ് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുക. പ്രാണപ്രതിഷ്ഠ പകർന്നു നൽകുന്നതുവരെ, രാംലീലയ്ക്ക് പ്രാണപ്രതിഷ്ഠ പകർന്ന് നൽകുന്നതുവരെ ആയിരിക്കും ഈ ചടങ്ങുകൾ ഇനി നീളാൻ പോകുന്നത്. പഴയ ക്ഷേത്രത്തിൽ നിന്നും, താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും ഉള്ള രാംലല്ല പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെയുള്ള ഗർഭഗൃഹത്തിൽ പുതിയ രാംലല്ലയ്ക്കൊപ്പമായിരിക്കും അത് സ്ഥാപിക്കുക. ആ ചടങ്ങുകളായിരിക്കും ഇനി നടക്കാനായിട്ട്, പൂർത്തിയാകാനായിട്ട് പോകുന്നത്. അതിന് ശേഷം മറ്റ് താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കും. നമുക്കറിയാവുന്നതുപോലെ നാഗർ ശൈലിയിലാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ക്രിയാ ചടങ്ങുകളാണ് നടക്കുന്നത്. സരയുവാണ് പുണ്യനദിയായി അയോധ്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ സരയൂ നദിയിലെ ജലത്താൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. 151 രാജ്യങ്ങളിലെ പുണ്യ നദികളിൽ നിന്നുള്ള വെള്ളം, അത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും അടക്കം ഉള്ളവ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സരയൂ നദിയിൽ നിന്നുള്ള ജലം കൊണ്ടാണ് കലശം നടന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അനുബന്ധമായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജലം കൂടിക്കൊണ്ട് കലശം നടക്കും. അവസാന ദിവസം എല്ലാ രാജ്യങ്ങളിലെയും വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള കലശം നടക്കുന്നത് തുടർന്നായിരിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുക.
വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് SPGയുടെ നേതൃത്വത്തിൽ SPGയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി വിലയിരുത്തുകയും ചെയ്തു. ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം അവരാണ് ഈ അയോധ്യയിലെ ക്ഷേത്രത്തിന് ഇനി സുരക്ഷാ ചുമതല ഒരുക്കാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായും ഈ താൽക്കാലിക ക്ഷേത്രത്തിന് CRPF ആയിരുന്നു സുരക്ഷാ ചുമതല ഒരുക്കി വന്നിരുന്നത്. സുത്യർഹമായി അവർ നടത്തിവന്ന സേവനം ഈ 22-ാം തീയതി അവസാനിക്കുകയാണ്. 23 മുതൽ ഈ പ്രത്യേക സേന അയോധ്യയുടെ പുതിയ ക്ഷേത്രത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കും. അതിനനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. എല്ലാ ഇടങ്ങളിലും CCTV അടക്കം ഘടിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായി. ഇതുകൂടാതെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇനി അയോധ്യയിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകും. അയോധ്യയെ ഒരു A കാറ്റഗറി സെക്യൂരിറ്റി മേഖലയാക്കി പ്രഖ്യാപിക്കും അടുത്ത ദിവസങ്ങളിലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നാളെ ഇവിടേക്ക് എത്തുകയാണ്. നാളെ മുതൽ കൂടുതൽ ശക്തമാകുന്ന രീതിയിൽ ഈ പൊതുജനങ്ങൾ ക്ഷണിക്കപ്പെട്ടവരല്ലാത്ത ആളുകൾക്കുള്ള പ്രവേശനം നിർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രക്ഷേപണ മന്ത്രാലയം വളരെ കർശനമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. ഖാലിസ്ഥാൻ അനുകൂല സന്ദേശം പ്രചരിപ്പിച്ച വിഷയം അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ 3 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വിവിധ പ്രസ്താവനകൾ അത് വാർത്തകളാക്കി പ്രചരിപ്പിക്കുന്നതിന് എതിരെയുള്ള മുന്നറിയിപ്പാണ് പ്രക്ഷേപണ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും പൂർണ്ണമായിട്ടും കരുതലെടുക്കണമെന്നും തെറ്റായിട്ടുള്ള വിവരങ്ങൾ വാർത്തകളായി പ്രചരിപ്പിക്കരുതും എന്നുമാണ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുന്നു. കർശനമായ സുരക്ഷ അയോധ്യയിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ അയോധ്യയിലേക്ക് എത്താൻ പോവുകയാണ്. വിജയകുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. വിജയകുമാർ, ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്? എല്ലാവിധ ഒരുക്കങ്ങളും ഒരു തരത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് വിജയകുമാർ? റിജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും എന്ന് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രി എത്തും. അദ്ദേഹം സരയൂ നദിയിൽ മറ്റന്നാൾ രാവിലെ, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാവിലെ സരയുവിൽ സ്നാനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം കാൽനടയായി ക്ഷേത്രം വരെ യാത്ര ചെയ്യും. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം കാൽനടയെ യാത്ര ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഏതാണ്ട് 7000 പേരെ മാത്രമേ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ വേദിയിലേക്ക് അനുവദിക്കൂ എന്ന് സംഘാടകർ, ക്ഷേത്രം രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് ഇതിനോടകം കൃത്യമായി നൽകിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുരക്ഷ സംബന്ധിച്ചുള്ളതാണ്. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് അതിൽ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യ നഗരം ഏതാണ്ട് പൂർണ്ണമായും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ, AI ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. അതുകൂടാതെ വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും ആ പരിശോധന നടക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളുടെ പരിശോധന നടക്കുന്നുണ്ട്. എയർ സർവൈലൻസ് കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഖാലിസ്ഥാൻ ഭീകരർ അവരുമായി ബന്ധമുള്ള 3 പേരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തത് അവർക്ക് ഭീകരബന്ധമുണ്ടെന്ന് UP ATS എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധന, അന്വേഷണം അവരെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ്. ഇന്ന് ഗുജറാത്തിലെ ഹൈക്കോടതി അവിടുത്തെ അഭിഭാഷകരോട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ അവധി എടുക്കുന്നതിൽ തടസ്സമില്ല, അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാവില്ല എന്ന് ഗുജറാത്തിലെ അഭിഭാഷകരോട് ഇന്ന് അവിടുത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ദിവസം അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ, പുതിയ തർക്കങ്ങൾ, പുതിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ അയോധ്യ നഗരം പൂർണ്ണമായും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നാളെയോടുകൂടി ഈ നഗരം ആകെ നിറഞ്ഞു കവിയും. ഇന്നിപ്പോൾ നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ പദയാത്രയായി ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാമെങ്കിൽ ഇത് ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ഈ അയോധ്യ നഗരത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയാണ്, ഒരു ജംഗ്ഷൻ കൂടിയാണ്. അവിടെ നിന്ന് വാഹനങ്ങളിലൊക്കെ വരുന്നവർ ഇവിടെ ആളെ ഇറക്കിയാണ് അവിടേക്ക് പോകേണ്ടത്.
ആ വഴി നിറയെ ആളുകൾ ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ഒരു മേഖലയാണ്, ഒരു പ്രദേശമാണിത്. ലതാ മങ്കേഷ്കറാണ് ഏറ്റവും കൂടുതൽ രാമഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. അങ്ങനെ ലതാ മങ്കേഷ്കറുടെ രാമഭക്തി ഗാനങ്ങൾ കൊണ്ട് എപ്പോഴും ഇവിടം മുഖരിതമാണ്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ, പലതരത്തിലുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങളൊക്കെയാണ് അയോധ്യ നഗരത്തിൽ കാത്തു നിൽക്കുന്നത്. രാഷ്ട്രീയ വിവാദത്തിന് ഒരു കുറവുമില്ല. നമുക്കറിയേണ്ട ഒരു കൗതുകമുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനം ഈ പരിപാടിയിൽ, പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ഏതൊക്കെ പാർട്ടിയിലെ ഏതൊക്കെ ക്ഷണിതാക്കൾ വരും എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അവർ പങ്കെടുക്കുമെന്ന നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അവരെ കൂടാതെ ആരൊക്കെ എത്തുമെന്നതൊക്കെ വലിയ കൗതുകമാണ്. ദേവഗൌഡ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. അങ്ങനെ VIPകളും VVIPകളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ സ്വീകരിക്കുകയാണ്. എന്തായാലും റിജിത്ത് വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നു. ഒപ്പം പഴുതടച്ച സുരക്ഷ ഒരുക്കാൻ യു പി പോലീസ് പരിശീലനം നൽകിയ NSG പരിശീലനം നൽകിയ ഏതാണ്ട് 1000-ഓളം പ്രത്യേക കമാൻഡോസും സജ്ജമായിട്ടുണ്ട്. റിജിത്ത്, ശരി, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. S വിജയകുമാർ, ഒപ്പം തന്നെ R രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ, അവിടെ നിന്നുള്ള കാഴ്ചകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിൽ. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ V സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നഗരത്തിലെ മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് സുധാകരൻ അപേക്ഷകനിൽ നിന്ന് വാങ്ങിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്താണ്? നിഖില സംഭവ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് നിഖിൽ? ശ്രീജിത്ത്, ഇന്ന് വൈകുന്നേരം ഈ ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം അപേക്ഷകരോട് എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും കഞ്ചിക്കോട്ടെ ഒരു മാളുമായി ബന്ധപ്പെട്ട കാര്യം ശരിയാക്കി തരുന്നതിന് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയുമായിരുന്നു. ഇപ്പോൾ വിജിലൻസ് ഈ ഓഫീസിലെത്തി പിടികൂടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും സമാനമായ തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കൃത്യമായിട്ടുള്ള തരത്തിൽ രാവിലെ മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥനെ പിന്തുടരുകയും തുടർന്ന് ഫിനോഫ്തലിൻ അടങ്ങിയ തുക ഈ അപേക്ഷകൻ നൽകുകയും ചെയ്തു. ഇപ്പോൾ തുടർ നടപടികൾ അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു പോരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാനും കഴിയും. ഈ കഞ്ചിക്കോടുള്ള ഫോറം മാൾ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശരിയാക്കി തരുന്നതിന് വേണ്ടിയാണ് അപേക്ഷകരിൽ നിന്ന് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കൈക്കൂലി നൽകുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇന്ന് 5:45 ഈ ഓഫീസിലെത്തി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പണം കൈമാറുന്നതിന് വിജിലൻസ് സംഘം കയ്യോടെ ഈ ഭൂരേഖ തഹസിൽദാറെ പിടികൂടുകയായിരുന്നു. ഭൂരേഖ തഹസിൽദാറായിട്ടുള്ള V സുധാകരനാണ് പിടിയിലായിട്ടുള്ളത്. നേരത്തെയും സമാനമായ തരത്തിലുള്ള നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു പോരുകയാണ്. ഈ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിജിലൻസിന് വിവരം നൽകിയ പരാതിക്കാരനായിട്ടുള്ള ആൾ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടാവുന്നതാണ്. അദ്ദേഹം നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘത്തിന് ഇത്തരത്തിലുള്ള ഒരു വിവരം നൽകുന്നു. തുടർന്ന് വിജിലൻസ് സംഘം അവർ നൽകിയ പണം ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. ഓഫീസ് ടൈം കഴിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഓഫീസ് ടൈം കഴിഞ്ഞ് ഏതാണ്ട് 5 മണി കഴിഞ്ഞ ശേഷമാണ് ഇവിടേക്ക് ഈ പരാതിക്കാരൻ എത്തിച്ചേരുന്നതും. ആ സമയത്താണ് ഇത്തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. വിജിലൻസ് DYSP ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയത്, അതായത് ഒരു വിവരം കിട്ടിയത് ഏത് സാഹചര്യത്തിലായിരുന്നു? വിവരം പരാതിക്കാരൻ നേരെ വിജിലൻസ് ഓഫീസിൽ വന്ന് അറിയിക്കുകയായിരുന്നു, ഇങ്ങനെ പരാതി തരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഒരു വസ്തുത ചെറിയൊരു സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാപ്പ് നടപടികൾ ചെയ്യുകയായിരുന്നു. അതായത് ഈ കാര്യം നടത്തി തരാൻ വേണ്ടി തൻ്റെ പക്കൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പരാതിക്കാരൻ അറിയിക്കുകയായിരുന്നു. അതെ. അദ്ദേഹത്തിനെതിരെ മുൻപ് പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? മുൻപ് പരാതികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദവിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. നമ്മൾ ഈ തുക നൽകുകയായിരുന്നു, ഫിനോഫ്തലിൻ അടങ്ങിയ തുക വിജിലൻസ് മാർക്ക് ചെയ്ത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മാർക്ക് ചെയ്ത് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ തുടർ നടപടികൾ വിജിലൻസ് സംഘം സ്വീകരിച്ചു പോരുകയാണ്. പരാതിക്കാരൻ ഇവിടെ ഉണ്ട്, അതായത് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുള്ള ആളും ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. അദ്ദേഹം നൽകിയിട്ടുള്ള പണമാണ്, ഇദ്ദേഹത്തോടാണ് പണം ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ ഡിവിഷൻ ബെഞ്ച് തള്ളി ഇവരെ പരാതി, എന്നിട്ടും നമ്മുടെ പേപ്പറിൽ തരാൻ തയ്യാറാവുന്നില്ല. കളക്ടർ പിടിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ധാർമ്മികമായിട്ടൊരു മര്യാദയുണ്ട്. ആ മര്യാദ വെച്ചിട്ടാണ് ഞാൻ വിജിലൻസ് അറിയിച്ചതും. വിജിലൻസ് കൃത്യമായി പ്ലാൻ ചെയ്ത് കാലത്ത് മുതലെല്ലാം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ അതിന് പിന്നിലായിരുന്നു. കൃത്യമായി അയാൾ ട്രാപ്പിൽ കൃത്യമായി വീണു. അയാൾ പണം മേടിച്ചു. മാത്രമല്ല അയാൾ പല രേഖകളും അയാളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട പല രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം വിജിലൻസിന് കൊടുത്തു. അയാളിൻ്റെ അടുത്ത് നിന്ന് സ്കോച്ചും പെർഫ്യൂമും മേടിച്ചു. അതും ഞാൻ വീഡിയോ വിജിലൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ രേഖകളും സ്റ്റെപ്പായി കൊടുത്ത്
അയാൾ ആവശ്യപ്പെട്ടത് 5 ലക്ഷം റുപ്യാണ്. പക്ഷേ ഇപ്പോൾ എമർജൻസി 50,000 റുപ്യ വേണം, നാളെ അവധിക്കല്ലേ, ടൂർ പോകാനാവും. അപ്പോൾ 50,000 അർജൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിജിലൻസിനോട് പറഞ്ഞു അയാൾ 50,000 റുപ്യാണ് ആവശ്യപ്പെടുന്നതെന്ന്. അതനുസരിച്ച് ആ ഫണ്ട് വിജിലൻസ് സെറ്റ് ചെയ്ത് തന്നു. പണം നൽകാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ എന്തെങ്കിലും നടപടികൾ വൈകിപ്പിച്ചിട്ടുണ്ടോ ഈ ദിവസം? മൊത്തം ഒരു 1.5 വർഷമായിട്ട് നടപടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് ഓരോ കാര്യം. ഇപ്പോൾ ലാസ്റ്റ് KBT പാസ്സായി, കേരള ബിൽഡിംഗ് ടാക്സ് ഞങ്ങൾ 10 ലക്ഷം റുപ്യ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അടച്ചു. അത് അടയ്ക്കാൻ ഞങ്ങൾ 2 കോടതി കയറി. ഇപ്പോൾ ഹൈക്കോടതി കൈക്കൂലിക്കാരൻ എന്തായാലും വലയിലായിരിക്കുന്നു. പാലക്കാടാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിലായിരിക്കുന്നത്. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ V സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേള. നേരത്തെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞ പാലക്കാട്ട് കൈക്കൂലിക്കാരനായ തഹസിൽദാർ പിടിയിലായ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കൈക്കൂലിക്കാരനെ വലയിലാക്കിയ വിജിലൻസ് ടീമിന് അഭിനന്ദനം, ഒപ്പം തന്നെ ആ പരാതിക്കാരന് അഭിനന്ദനം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെടുമ്പോൾ അത് വിജിലൻസിനെ അറിയിക്കുക, അവരെ പൂട്ടാനുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ചെയ്ത പരാതിക്കാരനും അഭിനന്ദനം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. നിരന്തരം ഈ കൈക്കൂലിക്കാർ പിടിയിലാവുന്ന വാർത്തകൾ പുറത്തു വന്നിട്ടും എന്താണ് ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാവാത്തത് എന്നുള്ളതാണ്, കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാവാത്തത് എന്നുള്ളതാണ് കുഞ്ഞി മുഹമ്മദിനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എറണാകുളം സ്വദേശി നീതുവിനും 4 വയസ്സുള്ള മകൾക്കുമാണ് പരിക്കേറ്റത്. കക്കയം ഡാം കാണാൻ എത്തിയതായിരുന്നു ഇരുവരും. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അഭിജിത്ത്? ഇന്ന് വൈകിട്ട് 3 മണിയോട് അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് കക്കയം ഡാമിന് സമീപത്തെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയതായിരുന്നു ഈ അമ്മയും മകളും. ഇവർ എറണാകുളം എടപ്പള്ളി സ്വദേശികളാണ്. ഇവർ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു കാട്ടുപോത്ത് പാഞ്ഞെടുക്കുകയായിരുന്നു. ആ ചിൽഡ്രൻസ് പാർക്കിൽ ആ സമയത്ത് മറ്റ് കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ ഈ അമ്മയ്ക്കും മകൾക്കും പെട്ടെന്ന് ഈ അപ്രതീക്ഷിതമായ കാട്ടുപോത്തിന്റെ വരവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതിനെ തുടർന്നാണ് കാട്ടുപോത്ത് ഇവരെ ആക്രമിച്ചത്. ഈ അമ്മയ്ക്കും മകൾക്കും അല്പം ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവർ ആദ്യം ഇവരെ കൂരാച്ചുണ്ടുള്ള ഒരു ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്കായി മാറ്റിയിരുന്നു. തുടർന്ന് വാരിയലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുള്ളതിനാൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തിയതായിരുന്നു ഇരുവരും. പെട്ടെന്നുള്ള കാട്ടുപോത്തിന്റെ ആക്രമണമായതിനാൽ തന്നെയാണ് അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നത്. കാട്ടുപോത്തിന്റെ മുന്നിൽ ഇവർ 2 പേരും അകപ്പെടുകയായിരുന്നു. ഇവരുടെ കൂരാച്ചുണ്ടിലുള്ള ഇവരുടെ ബന്ധുവീട്ടിലേക്ക് എത്തിയതായിരുന്നു ഇരുവരും. അവിടെ നിന്നാണ് ഈ കക്കയം ഡാമിലേക്ക് ഇവർ ഈ ഒരു സന്ദർശനത്തിനായി പോകുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറയുകയാണ് വയനാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയാണ് പ്രശ്നമെങ്കിൽ ഇന്ന് കാട്ടാനക്കൂട്ടം ആ പ്രദേശത്തുള്ളവർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നു. ജനജീവിതത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ ആശങ്കയോടുകൂടിയാണ് ആ മേഖലകളിലുള്ളവരൊക്കെ തന്നെ കഴിയുന്നത്. വയനാട് പനമരം മേച്ചേരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകളെ വനംവകുപ്പിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാടുകയറ്റാൻ കഴിഞ്ഞത്. ഇന്നലെ കടുവ, ഇന്ന് കാട്ടാനക്കൂട്ടം, നാളെ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് കാണണം. വന്യമൃഗപ്പേടി ഒഴിയാത്ത നാടായി മാറിയിരിക്കുന്നു ഇപ്പോൾ വയനാട്. ഇന്നലെ തമ്പടിച്ചതാണ് മേച്ചേരിയിലെ തോട്ടത്തിൽ കാട്ടാനകൾ. 1ഉം 2ഉമല്ല, ഒരു കുട്ടിയാനയടക്കം 8 ആനകൾ. അവ കൃഷിയിടങ്ങളിൽ തുടരുകയായിരുന്നു. രാവിലെ നാട്ടുകാരാണ് ആനകളെ കണ്ടത്. വനം വകുപ്പിനെ വിവരമറിയിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘമടക്കം സ്ഥലത്തേക്ക് കുതിച്ചെത്തി. പിന്നെ കണ്ടത് കാട്ടാനകളെ തുരത്തുന്ന ദൗത്യം. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് തുരത്താനായത്. വയലിലൂടെ നടന്ന് കബനിയുടെ കൈവഴിയായ ചെറുപുഴ മുറിച്ചു കടന്ന് കാട്ടാനക്കൂട്ടം കാടുകയറി. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നെയാണ് നമ്മൾ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. പുഞ്ചവയൽ ദാസനക്കര വനമേഖലയിൽ നിന്നാണ് ഇവിടേക്ക് കാട്ടാനക്കൂട്ടം എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒറ്റയാനെ കണ്ട അനുഭവമുണ്ടെങ്കിലും ഇത്രയധികം ആനകൾ ഇന്നാട്ടിൽ ആദ്യമെന്നാണ്
നാട്ടുകാർ പറയുന്നത്. നെൽവയലുകളും കാപ്പിയും മറ്റു വിളകളുമെല്ലാമുള്ള മേഖലയാണ് ഇവിടം. ആഴ്ചകളുടെ അകലത്തിൽ മാത്രം ലോകം കേട്ട വയനാടൻ ഗ്രാമങ്ങളുടെ പേരുകൾ: വാഗേരി, മൂടക്കൊല്ലി, കൂടല്ലൂർ, CC, ചുളുക്ക, ബീനാച്ചി, കൊളകപ്പാറ, ചൂരിമല, പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി, ഒടുവിൽ പനമരത്തെ മേച്ചേരി. എല്ലാം വന്യമൃഗങ്ങൾ ഇറങ്ങിയതിൻ്റെ പേരിലാണ്. നാട്ടുകാർക്ക് മാത്രമല്ല, വനം വകുപ്പിനും ഇത് രക്ഷയില്ലാ കാലം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാം അവരുടെ പ്രതികരണങ്ങൾ. എല്ലാവരും പേടിച്ചിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർ വന്ന് എല്ലാവരോടും വീട്ടിലേക്കൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അവർ നല്ലോണം ചെയ്തു. എല്ലാം കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ വന്ന് അങ്ങനെ തന്നെ. ഇല്ല, ചക്കയുള്ള സമയത്താണ് കൂടുതൽ വരാറ്. അങ്ങനെ അധികം ആനശല്യമുള്ള സ്ഥലമല്ല. ഒരു ആന വന്നു ഇവിടെ വന്നിട്ട് ഈ കുന്നിൽ പിന്നെ ഒരു ചങ്ങായി കാണാൻ ചെന്ന് അവനെ പിടിച്ച് പട്ടയടിക്കുമ്പോൾ അടിച്ച് ചവിട്ടിക്കൊന്നു. ആ ആനയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 3 പേരെ കൊന്നായിരുന്നു, ഒരു പശുവിന്. നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഭീതിപൂർണ്ണമല്ലാത്തൊരു ജീവിതം ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തനം സ്പീഡപ്പ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. പാലക്കാട് നിന്ന് പുറത്തുവരുന്നൊരു വാർത്ത. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീൽചെയർ പൊട്ടി രോഗി നിലത്ത് വീണു എന്നുള്ളതാണ്. തണ്ണീർപ്പന്തൽ സ്വദേശി മൊയ്തുവിനാണ് പരിക്കേറ്റത്. കാലിൽ പഴുപ്പ് ബാധിച്ച് മൊയ്തു 1 മാസമായി ചികിത്സയിലായിരുന്നു. സ്കാനിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? ഈ രോഗിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് എന്താണ് നിഖിൽ? ശ്രീജിത്ത്, കഴിഞ്ഞ ഏതാനും നാളുകളായി പാലക്കാട് ജില്ലാ ആശുപത്രി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. വ്യാപകമായി അവിടെ സ്ട്രക്ചറുകളും മറ്റും തകരാറിലാണെന്നും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആളുകൾ നേരിടുന്നുണ്ട്, അവിടെ എത്തിച്ചേരുന്ന രോഗികളും മറ്റും വലിയ രീതിയിലുള്ള പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ള പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീൽചെയർ പൊട്ടി രോഗി നിലത്ത് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കാലിൽ പഴുപ്പ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തണ്ണീർപ്പന്തൽ സ്വദേശി മൊയ്തുവിനാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾ കാലിൽ പഴുപ്പ് ബാധിച്ച് 1 മാസത്തോളമായി ഇവിടെ ചികിത്സയിലായിരുന്നു. സ്കാനിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ഈ വീൽചെയർ പൊട്ടിയത്. വീൽചെയർ പൊട്ടി ഈ രോഗി താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള പല ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ രോഗികൾ ഉപയോഗിക്കുന്ന സ്ട്രെച്ചറുകൾ, അതുപോലെ തന്നെ വീൽചെയർ, ഇതെല്ലാം തന്നെ തകരാറിലായിരുന്നു എന്നുള്ള പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മഴയത്ത് വരെ രോഗികളെ കൊണ്ടുപോകാൻ സ്ട്രെച്ചറുകൾ ഇല്ലാത്തതിനാൽ ചുമന്ന ആളുകൾ കൊണ്ടുപോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വീൽചെയർ പൊട്ടി രോഗി താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്നുള്ള ആവശ്യമാണ് പൊതുപ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്നത്. കാരണം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നടക്കം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദയനീയമായിട്ടുള്ള സാഹചര്യം. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി യുവതി മരിച്ചു. ആലപ്പുഴ പഴയ വീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. ചികിത്സാപ്പിഴവ് ആരോപിച്ച് ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവൂ എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇങ്ങനെയൊരു ചികിത്സാപ്പിഴവ് എന്നുള്ള പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? ആശുപത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എങ്ങനെയാണ് മനീഷ്? ശ്രീജിത്ത്, സാധാരണ നേരത്തെ വലിയ സങ്കീർണതകളില്ലാത്ത ഒരു ശസ്ത്രക്രിയയാണ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ. ഇതിനു വേണ്ടി ഇന്നലെയാണ് പഴവീട് സ്വദേശി ആശ ശരത്തിനെ, 31 വയസ്സുകാരുടെ ആശ ശരത്തിനെ ഇന്നലെ ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഓപ്പറേഷനിടെ ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അത്യാസന്ന നിലയിലായ ഗുരുതരാവസ്ഥയെ ആശയെ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവിടെ എത്തിയ ശേഷം വെന്റിലേറ്ററിലായിരുന്നു ആശയുണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് 6:30യോടുകൂടിയാണ് ആശ മരിക്കുന്നത്. നിലവിൽ ബന്ധുക്കൾ ഒക്കെ തന്നെ പറയുന്നത് വലിയ ഗുരുതരമായ വീഴ്ച ഈ കടപ്പുറം ആശുപത്രിയുടെ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്താണ് ആശയ്ക്ക് സംഭവിച്ചത് എന്ന് പോലും വ്യക്തമാക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. ഇപ്പോഴും ഡോക്ടർമാർ അറിയിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഒരു 9:30 മണിയോടെയാണ് WNC ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവിടുന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നതും. എല്ലാ ടെസ്റ്റുകളും തലേദിവസം തന്നെ നടത്തിയിരുന്നെന്നും എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ ഡോക്ടർ അത് ഡേറ്റ് നിശ്ചയിച്ചത്.
ആ ഡേറ്റിലാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ അവിടെ കൊണ്ടുപോകുന്നത്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇന്നലെ ചെല്ലാൻ പറഞ്ഞത്. അത് കാരണം അവിടെ ചെന്നു, ഓപ്പറേഷനിടെ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തിട്ട് അവർ ഉടനെ തന്നെ ആംബുലൻസിൽ കയറ്റി ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അനിയൻ്റെ ഭാര്യ പറഞ്ഞു നടക്കത്തില്ല, ഇവിടുത്തെ ഡോക്ടർമാർ കയറണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഈ മറ്റുള്ള ഡോക്ടർമാർ, അതായത് നിങ്ങളെ അറിയിച്ചിരുന്നു ഈ സമയം അപകടം ഉണ്ടായ സമയത്തെ? ഇല്ല, അറിയിച്ചില്ല. ഞാൻ എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒരു കുഴപ്പവും ഇല്ലെന്ന്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ നെഞ്ചിനിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചത്. അതുവരെ അവരതിനകത്തിട്ട് ഒന്നും പറയാതെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആംബുലൻസ് വിളിച്ച് ഒരു ആംബുലൻസ് വന്നു, അത് തട്ടി മാറ്റി അടുത്ത ആംബുലൻസ് വന്നു. അതിനകത്ത് ഞാൻ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് ഇല്ല, നിങ്ങൾ കയറാതെ ഞാൻ കയറത്തില്ല, ഇവിടുത്തെ നേഴ്സും ഡോക്ടർമാരും എല്ലാവരും കയറണം. ഇത് നിങ്ങൾ വരുത്തി വെച്ച പാകപ്പോഴാണ് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ് ഈ കുഞ്ഞിത്. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. തനിയെ പോയി തലേ ദിവസം എല്ലാ ടെസ്റ്റുകളും സ്വന്തമായിട്ട് 2 ദിവസം കൊണ്ട് തനിയെ ചെയ്ത കുഞ്ഞാണ്. അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം മാത്രമാണിത്. അവർ പറയുന്നു പേടി കൊണ്ടാണ്. നമുക്ക് പേടി വരാൻ യാതൊരു കാരണവുമില്ല. അവൾ ഫാർമസിസ്റ്റ് 8-9 വർഷമായിട്ട് ജോലി ചെയ്യുന്നവളാണ്. അവൾക്ക് യാതൊരുവിധ പേടിയുമില്ല. അന്നും എന്നോട് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ ചെന്നതാണ്. ഞാൻ ചീറ്റ പതുക്കെ വന്നാൽ മതി, ഞാൻ നേരത്തെ പൊക്കോളാന്ന് പറഞ്ഞതാണ്. ഇന്നലെ എപ്പോഴാണ് ഈ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്? 11 കാലമായിട്ടുണ്ട്. വരുമ്പം ഒരു 9:45 ഡോക്ടർ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതാണ് കൊച്ചിനെ. അത്രയും സമയം ഇവരതിനകത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇതാണ്. ഓക്സിജൻ മാസ്കും വെച്ച് കുഞ്ഞിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാണുന്നത്. കൊണ്ടുപോയത് ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ ആശുപത്രി കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർ ആംബുലൻസിലും ഞാൻ കയറിക്കോളാനാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഡോക്ടറും കൂടെ കയറണം, നേഴ്സുമാരും കയറാതെ ഞാൻ ഇതിൽ കയറത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിലവിൽ ഈ സംഭവത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി സംഭവത്തിൽ കേസെടുത്ത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കൂടി അറിയിക്കുന്നത്. റിജിത്ത്, ശരി, എന്തായാലും പോലീസിൽ പരാതി നൽകും എന്ന യുവതിയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. ചികിത്സാ പിഴവ് ആരോപിച്ച് ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. സംഭവത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്ത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള അരി അധ്യാപകൻ മറച്ചുവിറ്റുവെന്ന് പരാതി. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. 1-2 ചാക്കരിയല്ല, ഒരു ലോറിയിലാണ് രാത്രിയുടെ മറവിൽ ചാക്കുകണക്കിന് അരി സ്കൂളിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. പരാതിയാകട്ടെ സ്കൂളിലെ അധ്യാപകനെതിരെയും. സ്കൂളിലെ അരി സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും രാത്രി അരിച്ചാക്കുകൾ മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സ്കൂളിലെ അധ്യാപകരാണ് അരി കടത്തുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗം ഹസീനയുടെ ആരോപണം. ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. നമ്മൾ അവിടുത്തെ പ്രധാന അധ്യാപകരെടുത്തും PTA കമ്മിറ്റി അംഗങ്ങളെടുത്തൊക്കെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും അവരെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഇത് നിർത്താനുള്ള ഒരു സാഹചര്യങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായില്ല. അത് കാരണമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും വിദ്യാർത്ഥികളോടും കൂടിയിട്ടാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. മുട്ട, പാൽ തുടങ്ങിയവയും പലപ്പോഴായി മോഷണം പോയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. സ്കൂൾ മാനേജറും ഹെഡ്മാസ്റ്ററും ആരോപണം നിഷേധിച്ചു. വിഷയം വാർത്തയായതോടെ വിദ്യാഭ്യാസ വകുപ്പും ന്യൂൺ ഫീഡ് ഓഫീസറും അന്വേഷണം തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകനെതിരെയാണ് ഈ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തി നടപടിയാണ് ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ കൈയിട്ട് വാരുന്ന അധ്യാപകൻ. അരി കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മാതൃകയാവേണ്ട അധ്യാപകൻ തന്നെ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാണാം പ്രതികരണങ്ങൾ. ഈ അരി കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, അതൊരു സത്യാവസ്ഥയാണ്. അതുമാത്രമല്ല, കുട്ടികൾക്ക് കൊടുക്കുന്ന മുട്ടയായാലും പാലായാലും ഇതൊക്കെ സ്കൂളിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തിക്കാണ്ട് ഇയാളിത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അരിയാണ് പുറത്തേക്ക്
കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ DYFI മൊറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും. സ്കൂളിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് തന്നെയാണ് വരും ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത്. ഉച്ചക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഓരോ കുട്ടികളുടെയും അവകാശം സർക്കാർ നൽകുന്ന അവകാശമാണ്. ആ അവകാശങ്ങളിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഏത് വിഭാഗം ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ആരായിക്കോട്ടെ, പക്ഷെ അത് നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. അതെന്തായാലും അതിനെ നിജസ്ഥിതി കണ്ടുപിടിച്ച് നിയമപരമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. എന്തായാലും കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ. പരാതി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യ നടന്നിട്ട് ഒരു മാസത്തോടടുക്കാൻ പോവുകയാണ്. പോലീസിന് ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും മാർച്ച് നടത്തി. മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഷഹനയുടെ മാതാപിതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. 26 ദിവസങ്ങളായി ഒരു പെൺകുട്ടി ഭർതൃപീഡനത്താൽ ആത്മാഹുതി ചെയ്തിട്ട് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത്. ഒരു മാസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുകയാണ് തിരുവല്ലം പോലീസ്. പ്രതികളായ യുവതിയുടെ ഭർത്താവ് നൗഫൽ ഉൾപ്പെടെ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ഇവർ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെന്നതാണ് പോലീസിനെ കുഴക്കുന്നത്. ഫോൺ ട്രാക്ക് ചെയ്യാനോ സർവർ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രതിക്ക് തൊട്ടു പിന്നാലെയുണ്ട് തങ്ങളെന്ന് പോലീസ് ആവർത്തിക്കുന്നു. പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തിരുവല്ലം സ്റ്റേഷന് മുന്നിൽ. മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം. വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഷഹനയുടെ കുടുംബവും പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു. ഇപ്പോഴും ഞാൻ ഊന്നി പറയുന്നു, നിയമത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ വിനയത്തോടുകൂടി ഞങ്ങൾ പറയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട്, ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ വളരെ വിശാലമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനേക്കാൾ വലുതും ചെറുതുമായ കുറ്റവാളികളെ പിടിച്ച ഒരു പോലീസ് സംവിധാനം നമുക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഷഹനയുടെ വിഷയത്തിൽ ഈ ഒരു അലംഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഷഹനയുടെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹമിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. DGP അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്ന പോലീസിന് നിർദ്ദേശവും നൽകി. എന്നിട്ടും പ്രതികൾ ഒളിവിൽ. തങ്ങൾക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് കുടുംബം പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലെന്നും കുടുംബം. കാശിന്റെ സ്വാധീനം കൊണ്ടാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അവരെ പിടിക്കാത്തതെന്ന്. ക്രൈം ബ്രാഞ്ചിന് അങ്ങനെയുള്ള മേളോട്ടുള്ള കേസ് അവർക്ക് ബന്ധപ്പെടണമെന്നാണ് വീട്ടുകാരെല്ലാം താല്പര്യം. ഇന്ന് പോയതിനു ശേഷം നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് പിറകെ ഉണ്ട്. പിടിക്കും എന്നാണ് പറയുന്നത്. 26 ദിവസമായിട്ട് ഈ പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ വേറെ മാറ്റിയൊന്നും പറയുന്നില്ല അവർ. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ക്യാമറാമാൻ സജീവിനും രാഹുലിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.